Hello everyone, welcome back to Vinny's Educare. This is the second part of your lesson, The Tiger King. And before I begin into the explanation, as I usually say, please subscribe to my channel and share my channel to other Malayalam speaking students so that they can also utilize it and encourage me by liking my videos. Thank you so much. Now let's move on to the lesson. The Maharaja's tiger hunts continued to be highly successful. Within 10 years, he was able to kill 70 tigers. And then an unforeseen hurdle brought his mission to a standstill. The tiger population became extinct in the forests of Pratibandhapuram. Who knows whether the tigers practiced birth control or committed harakiri or simply ran away from the state because they desired to be shot by British hands alone. So, ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മളുടെ കൽക്കി കുറച്ച് തമാശ രൂപത്തിൽ പല കാര്യങ്ങളും പറയുന്നു. ഫസ്റ്റ് ഹി സീസ് ദാറ്റ് 10 കൊല്ലത്തിൻ്റെ അകം 70 ടൈഗേഴ്സിനെ മഹാരാജാവ് കൊന്നു കഴിഞ്ഞിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് വന്നപ്പോൾ പ്രതിബന്ധപുരത്തിലെ ഫോറസ്റ്റിൽ നിന്നും നമ്മളുടെ ടൈഗേഴ്സിനെ കാണാണ്ടായി. അതായത് ദേ സ്റ്റാർട്ടഡ് എക്സ്റ്റിങ്ക്റ്റിങ് ഫ്രം ദ ഫോറസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അതിൻ്റെ കാരണം ആയിട്ട് നമ്മളുടെ റൈറ്റർ പറയുന്നത് ഒരുപക്ഷെ ടൈഗേഴ്സ് അവനവനെ തന്നെ അങ്ങ് കൊന്നിട്ടുണ്ടാവും. രാജാവിൻ്റെ കയ്യിൽ നിന്നും മരിക്കുന്നതിനെക്കാട്ട് നല്ലത് അവനും തന്നെ ഇങ്ങ് ചാവാം എന്ന് പറഞ്ഞിട്ട് ദേ മൈറ്റ് ഹാവ് കമ്മിറ്റഡ് ഹരാക്കറി, അല്ലെങ്കിൽ ദേ മൈറ്റ് ഹാവ് അഡോപ്റ്റഡ് സം ബർത്ത് കൺട്രോൾ മെഷേഴ്സ്. ഇതുമല്ലെങ്കിൽ ചിലപ്പോൾ ടൈഗേഴ്സ് ഓടിപ്പോയിട്ടുണ്ടാവും. ഇനിയും ഈ രാജാവിൻ്റെ കയ്യിൽ നിന്ന് മരിക്കേണ്ട, അതിലും ഭേദം ബ്രിട്ടീഷേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ചിലപ്പം വേറെ പ്രദേശത്തോട്ട് പോയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ കൽക്കി പറയുന്നത്. One day the Maharaja sent for the Diwan. Diwan Sahib, aren't you aware of the fact that 30 tigers still remain to be shot down by this gun of mine? He asked, brandishing his gun. So ഒരു ദിവസം ദീവാനോട് വരാൻ പറഞ്ഞിട്ട് ദീവാൻ വരുന്ന സമയത്ത് ഗൺ ശരിക്കും ദീവാൻ്റെ നേർക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ മഹാരാജാവ് ചോദിക്കും, ദീവാൻ സാഹിബ് താങ്കൾക്ക് അറിയില്ലേ എനിക്കൊരു 30 ടൈഗേഴ്സിനെ കൂടി ഇനിയും കൊല്ലാൻ ബാക്കിയുണ്ടെന്ന്? Shuddering at the sight of the gun, the Diwan cried out, Your Majesty, I am not a tiger. അപ്പം തോക്ക് ഇങ്ങനെ തൻ്റെ നേർക്ക് ചൂണ്ടി നിൽക്കുന്ന മഹാരാജാവിനെ കാണുമ്പോൾ ദിവാൻജി പേടിച്ചിട്ട് പറയും, അയ്യോ മഹാരാജാവേ, ഞാനൊരു ടൈഗറല്ല, എൻ്റെ നേർക്ക് നിന്നും ആ തോക്ക് മാറ്റൂ. വിച്ച് ഇഡിയറ്റ് വുഡ് കോൾ യു എ ടൈഗർ? അപ്പം മഹാരാജാവ് പറയും, ഏത് പൊട്ടനാണ് നിന്നെ ടൈഗർ എന്ന് വിളിക്കാൻ പോണേ? നോ, ഐ എം നോട്ട് എ ഗൺ. അപ്പം ദിവാൻജി പറയുന്ന ശരി, ടൈഗർ അല്ലെങ്കിൽ ഞാനൊരു ഗണ്ണുമല്ല. സോ മഹാരാജാവ് സേസ്, You are neither tiger nor gun. Diwan Sahib, I summoned you here for a different purpose. I have decided to get married. So Maharaja says, എനിക്കറിയാം നീ ഒരു ഗണ്ണും അല്ല, നീ ഒരു ടൈഗറും അല്ല, നിന്നെ ഞാനിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എനിക്ക് വേറൊരു കാര്യം പറയുന്നത്, എനിക്ക് കല്യാണം കഴിക്കണം. ഇത് കേൾക്കുമ്പം നമ്മുടെ ദിവാൻജി പറയും, The Diwan began to babble even more. ഒന്നും കൂടെ വിൽക്കാൻ തുടങ്ങും, ഒന്നും കൂടി കൺഫ്യൂസ്ഡ് ആയിട്ട് പറയും, Your Majesty, I have 2 wives already. If I marry you, അയ്യോ എൻ്റെ മഹാരാജാവേ, എനിക്ക് ഓൾറെഡി 2 വൈഫുണ്ട്, ഞാനിനി താങ്കളെ കൂടി കല്യാണം ഇങ്ങനെ പറയുമ്പോഴത്തേനും രാജാവ് പറയും, ഡോണ്ട് ടോക്ക് നോൺസെൻസ്. വൈ ഷുഡ് ഐ മാരി യു? വാട്ട് ഐ വാണ്ട് ഇസ് എ ടൈഗർ. അത് മൊത്തം പറയുന്നതിന് മുമ്പേ ഇടയ്ക്ക് വീണ്ടും കയറിയിട്ട് നമ്മുടെ ദിവാൻജി പറയുവാണ്, Your Majesty, please think it over. Your ancestors were married to the sword. If you like, marry the gun. A tiger king is more than enough for this state. It doesn't need a tiger queen as well. So ദിവാൻജി പറയാണ്, എന്താണ് മഹാരാജാവേ താങ്കൾ പറയുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കൂ, താങ്കളുടെ ആൻസിസ്റ്റേഴ്സൊക്കെ കല്യാണം കഴിച്ചിരിക്കുന്നത് സ്വോർഡിനെയാണ്. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ താങ്കളൊരു ഗണ്ണിനെ കല്യാണം കഴിച്ചോളൂ. ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ടൈഗർ കിങ് ഉണ്ട്, ഞങ്ങൾക്കൊരു ക്വീൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. സോ ഈ മാരിഡ് ടു സ്വോർഡ് എന്ന് പറയുന്നത് ദേ യൂസ് ടു ബി എ ട്രഡീഷൻ വെയർ ഇഫ് ദ പ്രിൻസ് ഓർ ദ കിങ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ദ മാരേജ്, suppose he is not able to reach the marriage because of his own reasons, the bride can accept the sword as the king and she can get married to that sword. That means she has married the king who owns that sword. You might have seen in movies, അങ്ങനെ സിനിമയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. Okay, so that is being referred here. The Maharaja gave a loud crack of laughter. I am not thinking of marrying either a tiger or a gun, but a girl from the ranks of human beings. ഞാൻ ചിരിച്ചുകൊണ്ട് മഹാരാജാവ് പറയും, ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ടൈഗറിനെയോ ഒരു ഗണ്ണിനെയോ ഒന്നും കല്യാണം കഴിക്കാനല്ല, ഒരു സാധാരണ പെൺകുട്ടീനെ കല്യാണം കഴിക്കാനാണ് എനിക്ക് താല്പര്യം. ഫസ്റ്റ് യു മേ ഡ്രോ അപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ടൈഗർ പോപ്പുലേഷൻസ് ഇൻ ദ ഡിഫറെൻറ്റ് നേറ്റീവ് സ്റ്റേറ്റ്സ്. നെക്സ്റ്റ് യു മേ ഇൻവെസ്റ്റിഗേറ്റ് ഇഫ് ദർ ഇസ് എ ഗേൾ ഐ ക്യാൻ മാരി ഇൻ ദ റോയൽ ഫാമിലി ഓഫ് എ സ്റ്റേറ്റ് വിത്ത് എ ടൈഗർ ലാർജ് ടൈഗർ പോപ്പുലേഷൻ. സോ രാജാവ് എന്താ പറയുന്നത്? രാജാവ് പറയുന്നത്, നീ ആദ്യം തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലത്തെ കണക്കെടുക്കുക. ഫസ്റ്റ് കണക്കെടുക്കേണ്ടത് എന്തിൻ്റെയാണ്? ടൈഗേഴ്സിൻ്റെ കണക്കെടുത്ത്.
എന്നിട്ട് ടൈഗേഴ്സ് നന്നായുള്ള സ്റ്റേറ്റിൽ എനിക്ക് പറ്റിയ റോയൽ കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയുണ്ടോ എന്ന് നോക്കുക. അതായത് നല്ല ടൈഗർ ഉള്ളൊരു സ്റ്റേറ്റിൽ നിന്നും എനിക്കൊരു പെൺകുട്ടീനെ വിവാഹം കഴിക്കാൻ പറ്റിയ എനിക്ക് ആ സ്റ്റേറ്റിൽ എപ്പോൾ വേണമെങ്കിലും പോകാം, ഹണ്ട് ചെയ്യാം. കാരണം ഞാൻ അവിടുത്തെ മരുമകനാവും, അപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. So the Diwan followed his orders. He found the right girl from a state which possessed a large number of tigers. കുറേ ടൈഗർ ഉള്ള ഒരു സ്റ്റേറ്റ് കണ്ടുപിടിച്ച് നമ്മുടെ ദിവാൻജി ആ ഓർഡർ അതേപോലെ ഫോളോ ചെയ്യും. മഹാരാജ ജംഗ് ബഹാദൂർ killed 5 or 6 tigers each time he visited his father-in-law. In this manner, 99 tiger skins adorned the walls of the reception hall in the പ്രതിബന്ധപുരം പാലസ്. സോ അങ്ങനെ ഒരു കുറേ ടൈഗേഴ്സ് ഉള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് വിവാഹം കഴിച്ചപ്പോൾ അദ്ദേഹം ഭാര്യ വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഒരു 5-6 ടൈഗേഴ്സിനെ കൊല്ലുമായിരുന്നു. ഓക്കെ, അങ്ങനെ ഓൾമോസ്റ്റ് 99 ടൈഗേഴ്സിനെ കൊന്ന് അവരുടെ സ്കിൻ പ്രതിബന്ധപുരം പാലസിൽ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നു. Okay, now what happens? Coming to the fifth and last part, the Maharaja's anxiety reached a fever pitch when there remained just one tiger to achieve his tally of 100. So he was totally excited. The Maharaja was totally excited because now only one tiger was left. He had this one thought during the day and the same dream at night. But last 100th ടൈഗറിനെ കൊല്ലുന്ന സ്വപ്നമാണ് എപ്പോഴും പകലും രാത്രിയിലും ഒക്കെ രാജാവിന് വന്നുകൊണ്ടിരുന്നത്. By this time the tiger farms had run dry even in his father-in-law's kingdom. അപ്പോൾ ഫാദർ-ഇൻ-ലോയുടെ സ്റ്റേറ്റിലും കിങ്ഡത്തിലും ടൈഗേഴ്സ് കുറഞ്ഞു തുടങ്ങിയിരുന്നു. ഇറ്റ് ബിക്കെയിം ഇമ്പോസിബിൾ ടു ലൊക്കേറ്റ് ടൈഗേഴ്സ് എനിവെയർ. എവിടെയും ടൈഗറിനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. If he could kill just that one single beast, the Maharaja would have no fears left. അപ്പോൾ ഒരെണ്ണത്തിനെ കൂടി കൊന്നു കഴിഞ്ഞാൽ പിന്നെ മഹാരാജാവിന് പേടിക്കാതെ ജീവിക്കായിരുന്നു. He could give up tiger hunting altogether. അതോടുകൂടി ടൈഗേഴ്സിനെ കൊല്ലുന്ന ഈ പരിപാടി രാജാവിന് നിർത്തായിരുന്നു. But he had to be extremely careful with that last tiger. പക്ഷേ ആ ലാസ്റ്റ് ടൈഗറിനെ കൊല്ലുമ്പം അദ്ദേഹം വളരെ കെയർഫുൾ ആയിരിക്കണമായിരുന്നു. കാരണം 100ാമത്തെ ടൈഗറിനെ കൊല്ലാൻ പറ്റിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ആൾ വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് നമ്മളുടെ ആസ്ട്രോളജർ പ്രിഡിക്റ്റ് ചെയ്തത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. സോ ഇത്രയും 99 ടൈഗേഴ്സിനെ കൊന്നതിൽ ആൾക്ക് വലുതായിട്ട് കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല. അപ്പോൾ ആ 100th ടൈഗറിനെ കൊല്ലുമ്പോൾ നന്നായി സൂക്ഷിക്കണമെന്ന് രാജാവിന് തന്നെ അറിയായിരുന്നു. വാട്ട് ഹാഡ് ദ ലേറ്റ് ചീഫ് ആസ്ട്രോളജർ സെഡ്? ഈവൻ ആഫ്റ്റർ കില്ലിംഗ് 99 ടൈഗേഴ്സ് ദ മഹാരാജ ഷുഡ് ബിവെയർ ഓഫ് ദി 100th. സി, അദ്ദേഹം ആ ആസ്ട്രോളജർ പറഞ്ഞത് ഓർക്കുകയാണ്. ട്രൂ ഇനഫ്, ദ ടൈഗർ വാസ് എ സാവേജ് ബീസ്റ്റ് ആഫ്റ്റർ ഓൾ. ബട്ട് 99 എണ്ണത്തിനെ കൊന്നെങ്കിലും ടൈഗർ എപ്പോഴും ടൈഗർ തന്നെയാണ്. ഇറ്റ്സ് എ സാവേജ് ബീസ്റ്റ് അല്ലേ? സോ ഹി വാസ് റിയലി വെരി കെയർഫുൾ. വൺ ഹാഡ് ടു ബി wary of it. But where was that 100th tiger to be found? It seemed easier to find tiger's milk than a live tiger. So it was very difficult for Maharaja to find that 100th tiger, and he's saying that tiger's milk was available but the live tiger was not available anywhere. Thus the Maharaja was sunk in gloom. So he was totally sad. He was in depression. But soon came the happy news which dispelled that gloom. So soon he got a happy news which took him out from that depressive, sad mood. In his own state, sheep began to disappear frequently from a hillside village. അദ്ദേഹത്തിന് സ്വന്തം സ്റ്റേറ്റിൽ തന്നെ ഒരു ഗ്രാമത്തിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഷീപ്പുകളെ കാണാണ്ടാവുന്നുണ്ടായിരുന്നു. It was first ascertained that this was not the work of Khadar Mian Sahib or Veersame Naikar, both famed for their ability to swallow sheep whole. Ability to swallow sheep whole എന്ന് വെച്ചാൽ അവർക്കായിരുന്നു ഈ ഷീപ്പിനെ കട്ടുകൊണ്ട് പോകുന്ന ഒരു പണിയുണ്ടായിരുന്നത്. ഈ മേൽ പറഞ്ഞേക്കുന്നത് ഖാദർ മിലൻ സാഹിബിനും വീരസ്വാമി നായ്ക്കറുമായിരുന്നു ഷീപ്പിനെ കട്ടുകൊണ്ട് പോകുന്നത് പേര് കേട്ട 2 വ്യക്തികൾ. അപ്പോൾ ഇവിടെ സ്വാലോ എന്ന് ഉദ്ദേശിക്കുന്നത് വിഴുങ്ങുക എന്നല്ല, കട്ടുകൊണ്ട് പോകുക എന്നാണ് അതിൻ്റെ
മെയിൻ ഉദ്ദേശം. സോ അവർ രണ്ടുമല്ല ഇത് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഉറപ്പായിരുന്നു. ഷോർലി എ ടൈഗർ വാസ് അറ്റ് വർക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും ഒരു ടൈഗർ തന്നെയാണ് ഈ ഷീപ്പിനെയൊക്കെ കൊല്ലുന്നത്. ദ വില്ലേജേഴ്സ് റാൻ ടു ഇൻഫോം ദി മഹാരാജ. ദ മഹാരാജ അനൗൺസ്ഡ് എ 3-year exemption ഫ്രം ഓൾ ടാക്സസ് ഫോർ ദാറ്റ് വില്ലേജ് ആൻഡ് സെറ്റ് ഔട്ട് ഓൺ ദി ഹണ്ട് അറ്റ് വൺസ്. സോ മഹാരാജാവിനെ ഈ ന്യൂസ് ആ ഗ്രാമത്തിലെ ആൾക്കാർ വന്ന് അറിയിച്ചപ്പോൾ മഹാരാജാവ് വളരെ സന്തോഷത്തോടുകൂടി അത് കേട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഗ്രാമത്തിനെ ഞാൻ ടാക്സിൽ നിന്നും ഒഴിവാക്കിയേക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഗ്രാമത്തിൽ ടൈഗറിനെ ഹണ്ട് ചെയ്യാൻ പുറപ്പെടുന്നു. The tiger was not easily found. It seemed as if it had wantonly hid itself in order to flout the Maharaja's will. സോ ടൈഗറിനെ കുറേ നാൾ കാത്തു നിന്നിട്ടും ടൈഗറിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ നമുക്ക് തോന്നിപ്പോവും ടൈഗർ വേണമെന്ന് വെച്ച് രാജാവിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജാവിനെ കുറച്ചൊന്ന് കറക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് വെച്ച് എവിടെയോ ഒളിച്ചിരിക്കുന്ന പോലെയാണ് തോന്നിയത്. The Maharaja was equally determined. He refused to leave the forest until the tiger was found. As the days passed, the Maharaja's fury and obstinacy mounted alarmingly. Many officers lost their jobs. സോ കാത്തിരുന്നിട്ടും ഈ ഒരു ടൈഗറിനെ കിട്ടാണ്ടായപ്പോൾ ആളുടെ ക്ഷമ കെട്ടു തുടങ്ങി. ടൈഗറിനെ കിട്ടാൻ സഹായിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന ആൾക്കാർക്കൊന്നും അത് സാധിക്കാത്തതുകൊണ്ട് അവരുടെയൊക്കെ ജോലിയിൽ നിന്നും അവർക്ക് പോകേണ്ടി വന്നു. One day when his rage was at its height, the Maharaja called the Diwan and ordered him to double the land tax forthwith. So പുലി ഉണ്ട് എന്ന് പറഞ്ഞ് വന്ന നിമിഷം ആ ഒരു ഗ്രാമത്തിൻ്റെ ടാക്സ് ഇല്ല എന്ന് വെച്ച് മഹാരാജാവിന് ദേഷ്യം വന്നപ്പോൾ ദീവാനെ വിളിച്ച് പറഞ്ഞു, ഈ ഒരു ഗ്രാമത്തിൻ്റെ ടാക്സ് ഡബിളാക്കിക്കോ, കാരണം എനിക്ക് ഇത്രയും നാൾ ഇവിടെ കാത്തു നിന്നിട്ട് ടൈഗറിനെ കിട്ടിയിട്ടില്ല. The people will become discontented. Then our state too will fall a prey to the Indian National Congress. സോ ദിവാൻജി പറയാണ്, അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ ഗ്രാമത്തിലെ ആൾക്കാർക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ ദേ വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് കാണുമ്പോൾ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കയ്യിലോട്ട് നമ്മുടെ കിങ്ഡം പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ. ഇൻ ദാറ്റ് കേസ് യു മേ റിസൈൻ ഫ്രം യുവർ പോസ്റ്റ് സെറ്റ് ദ കിങ്. അപ്പോൾ ദിവാൻജി അങ്ങനെ ഒരു മറുത്തൊരു മറുപടി പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ ശരി, താങ്കൾക്കും താങ്കളുടെ പോസ്റ്റ് വിട്ട് എവിടെയാണെന്ന് വെച്ചാൽ പോകാം. ദ ദിവാൻ went home convinced that if the Maharaja did not find the tiger soon, the results could be catastrophic. അപ്പോൾ മഹാരാജാവിൻ്റെ മൂഡ് ശരിയല്ല, ആളുടെ മെൻ്റൽ കണ്ടീഷൻ വളരെ എന്താ പറയുക ചൂടിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദിവാൻജി പോവും. ദിവാൻജിക്ക് മനസ്സിലാവും 100ാമത്തെ ടൈഗറിനെ കിട്ടിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. He felt life returning to him only when he saw the tiger which had been brought from the People's Park in Madras and kept hidden in his house. രാജാവിനെ കടത്തി വിട്ടുന്ന ബുദ്ധിയായിരുന്നു നമ്മുടെ ദീവാനെ. ദീവാൻ ഇത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ചിലപ്പം മെഡ്രാസിലെ പീപ്പിൾസ് പാർക്കിൽ നിന്നും ഓൾറെഡി ഒരു ടൈഗറിനെ കൊണ്ടുവന്ന് വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയും എന്താ ചെയ്യുന്ന ദിവാൻജി ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, അറ്റ് മിഡ് നൈറ്റ് വെൻ ദ ടൗൺ slept in peace, the Diwan and his aged wife dragged the tiger to the car and shoved it into the seat. The Diwan himself drove the car straight to the forest where the Maharaja was hunting. When they reached the forest, the tiger launched its satyagraha and refused to get out of the car. The Diwan was thoroughly exhausted in his efforts to haul the beast out of the car and push it down to the ground. So what happened? They opened the cage from where they pulled out the tiger. The tiger was made to sit inside the car. കാറിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചു ദിവാനും ദിവാൻ്റെ വൈഫും കൂടി. എന്നിട്ട് അതിനെയും കൊണ്ട് മഹാരാജാവ് ഹണ്ട് ചെയ്യുന്ന ഫോറസ്റ്റിൽ പോയിട്ട് അവിടെ പോയി അതിനെ ഇറക്കാൻ നോക്കുമ്പോൾ ജന്മം ചെയ്താൽ നമ്മുടെ ടൈഗർ ചേട്ടൻ കാറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങില്ല. എന്നിട്ട് ഒരു വിധം ഭയങ്കര എഫേർട്ടൊക്കെ എടുത്ത് അതിനെ നമ്മളുടെ കാറിൽ നിന്നും പുറത്തോട്ട് തള്ളിയിടാൻ അറ്റ് ലാസ്റ്റ് നമ്മുടെ ദിവാൻ ആൻഡ് വൈഫ് succeed out. Then what happens? On the following day, the same old tiger wandered into the Maharaja's presence and stood as if in humble supplication. Master, what do you command of me? It was with boundless joy that the Maharaja took careful aim at the beast. The tiger fell in a crumpled heap. So പിറ്റേ ദിവസം കറക്റ്റായിട്ട് ഈ മഹാരാജാവിൻ്റെ മുമ്പിൽ തന്നെ പോയിട്ട് ഈ ടൈഗർ പെട്ടു. അന്ന്
ടൈഗർ 100ാമത്തെ ടൈഗറിനെ കൊല്ലാൻ നേരം ഭയങ്കരമായിട്ട് കെയർഫുള്ളായിരിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ടൈഗർ മുന്നിൽ വന്നപ്പോൾ എന്നെ കൊന്നോ മഹാരാജാവേ എന്നുള്ള രീതിയിലാണ് ആ ടൈഗർ മഹാരാജാവിൻ്റെ മുമ്പിൽ വന്ന് നിന്നത്. അത് കണ്ടപ്പോൾ മഹാരാജാവിന് വളരെ സന്തോഷമായി. ആൾ ഈ ബീസ്റ്റിനെ കൊല്ലാൻ വേണ്ടി ഷൂട്ട് ചെയ്തു. ആ ഒറ്റ ഷൂട്ടിൽ തന്നെ ഈ ടൈഗർ അവിടെ വീണു. I have killed the 100th tiger. My vow has been fulfilled. The Maharaja was overcome with elation. Ordering the tiger to be brought to the capital in grand procession, the Maharaja hastened away in his car. So ഞാൻ എൻ്റെ 100ാമത്തെ ടൈഗറിനെയും കൊന്നു എന്നുള്ള സന്തോഷം ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഈ 100ാമത്തെ ടൈഗറിനെ എൻ്റെ രാജകൊട്ടാരത്തിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവരൂ എന്ന് ഒരു ഓർഡർ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കാറിൽ കയറി സ്പീഡിൽ വീട്ടിലോട്ട് അല്ലെങ്കിൽ കൊട്ടാരത്തിലോട്ട് വിട്ടു. After the Maharaja left, the hunters went to take a closer look at the tiger. The tiger looked back at them, rolling its eyes in bafflement. So രാജാവ് പോയി കഴിഞ്ഞപ്പോൾ രാജാവിനെ സഹായിച്ച ബാക്കി ഹണ്ടേഴ്സ് അവിടെ വന്ന് ടൈഗറിനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ടൈഗർ ശരിക്കും മരിച്ചിട്ടില്ല, ചത്തിട്ടില്ല. ഓക്കെ, the men realized that the tiger was not dead. The bullet had missed it. It had fainted from the shock of the bullet whizzing past. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജാവിൻ്റെ ബുള്ളറ്റ് അതിനെ ഏറ്റിട്ടുണ്ടായിരുന്നില്ല. ബുള്ളറ്റ് തൊട്ടടുത്ത് കൂടി പോയപ്പോൾ പേടിച്ചിട്ട് ആ ടൈഗർ അവിടെ വീണതാണ്, അല്ലാതെ ഇറ്റ് വാസ് നോട്ട് ഹിറ്റ്. It was not shot. The hunters wondered what they should do. They decided that the Maharaja must not come to know that he had missed his target. So ഹണ്ടേഴ്സിന് സത്യാവസ്ഥ മനസ്സിലായപ്പോൾ അവർക്ക് ശരിക്കും പേടിയായി. ഇനിയും രാജാവ് ഇതറിഞ്ഞാൽ ശരിക്കും രാജാവിന് ദേഷ്യം വന്നാലോ എന്ന് വിചാരിച്ചു. അവർക്ക് ഇത് പോയി അവർ മഹാരാജാവിനോട് പറഞ്ഞാൽ അവരുടെ ജോലി അവർക്ക് നഷ്ടപ്പെടും എന്നുള്ളത് അവർക്ക് ഒരു ശരിക്കും ബോധമുണ്ടായിരുന്നു. സോ വാട്ട് ഡിഡ് ദേ ഡു? ഇഫ് ഹി ഡിഡ്, ദേ കുഡ് ലൂസ് ദിയർ ജോബ്സ്. വൺ ഓഫ് ദി ഹണ്ടേഴ്സ് ടുക്ക് എയിം ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 1 foot and shot the tiger. This time he killed it without missing his mark. So finally ആ ഹണ്ടേഴ്സിൽ നിന്നും ഒരാൾ ആ ടൈഗറിനെ ഷൂട്ട് ചെയ്ത് കൊന്നു. Then, as commanded by the king, the dead tiger was taken in procession through the town and buried. A tomb was erected over it. So രാജാവ് പറഞ്ഞ പോലെ തന്നെ ആ ടൈഗറിൻ്റെ ഡെഡ് ബോഡി കിങ് പറഞ്ഞ കമാൻഡ് അനുസരിച്ച് കൊണ്ടുപോയി പ്രൊസഷനിലാണ് കൊണ്ടുപോയത്, ജാഥ പോലെ കൊണ്ടുപോയി. കാരണം 100ാമത്തെ ടൈഗറാണല്ലോ, അപ്പോൾ അതിനെ വളരെ ആഘോഷപൂർവ്വം ജാഥ പോലെ കൊണ്ടുപോയി അതിനെ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലൊരു ടോംബും ഉണ്ടാക്കി. Few days later, the Maharaja's son's 3rd birthday was celebrated. Until then, the Maharaja had given his entire mind over to tiger hunting. He had no time to spare for the crown prince. സോ അത്രയും നാളും നേരത്തെ മഹാരാജാവ് പറഞ്ഞിരുന്ന പോലെ തന്നെ 100 ടൈഗേഴ്സിനെ കൊന്നു കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കി കാര്യങ്ങളിൽ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ചെയ്തുകൊണ്ട് രാജാവിൻ്റെ മകനെ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ മകൻ്റെ 3ാമത്തെ ബർത്ത്ഡേയുടെ സമയത്ത് രാജാവ് അത് ആഘോഷപൂർവ്വം സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഇടുന്നു. But now the king turned his attention to the child. He wished to give him some special gift on his birthday. He went to the shopping center in Pratibandhapuram and searched every shop but couldn't find anything suitable. Finally, he spotted a wooden tiger in a toy shop and decided it was the perfect gift. So, കുറേ കടകളൊക്കെ കയറി ഇറങ്ങിയിട്ടും മകന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റ് കണ്ടുകിട്ടാൻ പറ്റിയില്ല നമ്മുടെ രാജാവിന്. അറ്റ് ലാസ്റ്റ് ഒരു കടയിൽ പോകുമ്പോൾ അവിടെ വുഡ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ടൈഗറിനെ കാണും, ഒരു ടോയ് ടൈഗറിനെ കാണും. അതാണ് എൻ്റെ മകന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് ഉദ്ദേശിച്ച് അദ്ദേഹം അത് വാങ്ങിക്കും. The wooden tiger cost only 2 annas and a quarter. But the shopkeeper knew that if he quoted such a low price to the Maharaja, he could be punished under the rules of the emergency. So, നമ്മളുടെ ഷോപ്പ് കീപ്പറിനറിയാം അത് അത്ര നല്ല കളിപ്പാട്ടമൊന്നുമല്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിലയും കുറവാണെന്നറിയാം. പക്ഷേ ആ വില രാജാവിനോട് പറഞ്ഞാൽ ചിലപ്പോൾ രാജാവിന് ദേഷ്യം വരും, അദ്ദേഹത്തെ പണിഷ് ചെയ്യുകയും ചെയ്യും. റൂൾസ് ഓഫ് എമർജൻസി പ്രകാരം അത്രയും കുറവ് വിലയിലാണ് സാധനങ്ങൾ വിൽക്കുന്നത് എന്നറിഞ്ഞാൽ രാജാവ് അദ്ദേഹത്തെ പണിഷ് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ആൾ പറയും
Your Majesty, this is an extremely rare example of craftsmanship. A bargain at 300 rupees. പറയും നമ്മുടെ ഷോപ്പ് കീപ്പർ പറയും, രാജാവേ ഇത് ഒരു മാസ്റ്റർ പീസ് പോലത്തെ ഐറ്റമാണ്, വളരെ സൂക്ഷിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ടോയാണ്, അതുകൊണ്ടൊരു 300 രൂപയെങ്കിലും വരും ഇതിന് എന്ന് വില കയറ്റി പറയും നമ്മുടെ ഷോപ്പ് കീപ്പർ. സോ രാജാവ് എന്ത് പറയും? വെരി ഗുഡ്, ലെറ്റ് ദിസ് ബി യോർ ഓഫറിങ് ടു ദ ക്രൗൺ പ്രിൻസ് ഓൺ ഹിസ് ബർത്ത്ഡേ. ഓ, അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഭാഗത്തു നിന്നും ഈ രാജ്യത്തിൻ്റെ രാജകുമാരന് സമ്മാനിക്കുന്ന ഒരു ബർത്ത്ഡേ സമ്മാനമായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് he doesn't pay anything and he just takes the toy and he goes off, said the king, and took it away with him. On that day, father and son played with that tiny little wooden tiger. അന്നത്തെ ദിവസം അച്ഛനും മോനും രാജാവിൻ്റെ മകനും കൂടി ആ വുഡൻ ടൈഗറുമായിട്ട് കളിക്കും. ഇറ്റ് ഹാഡ് ബീൻ കാർവ്ഡ് ബൈ ആൻ അൺസ്കിൽഡ് കാർപ്പൻറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വളരെ വില കുറഞ്ഞ, വളരെ ക്വാളിറ്റി കുറഞ്ഞ ഒരു ടോയ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ, ആ ടോയുടെ മുകളിൽ പല സ്ഥലങ്ങളിലും തടിയുടെ 6 കഷ്ണങ്ങൾ പൊങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഓക്കെ, സോ ഇറ്റ് സർഫേസ് വാസ് റഫ്, ടൈനി സ്ലിവേഴ്സ് ഓഫ് wood stood up like quills all over it. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ തടിയുടെ മുകളിൽ ചെറിയ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടായിരുന്നു, മുള്ളുകളെ പോലെ. ടൈനി സ്ലിവേഴ്സ് എന്ന് വെച്ചാൽ ആരിങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. വൺ ഓഫ് ദോസ് സ്ലിവേഴ്സ് പിയേഴ്സ്ഡ് ദി മഹാരാജാസ് റൈറ്റ് ഹാൻഡ്. ഹി പുൾഡ് ഇറ്റ് ഔട്ട് വിത്ത് ഹിസ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് കണ്ടിന്യൂ ടു പ്ലേ വിത്ത് ദ പ്രിൻസ്. സോ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാര് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡിൽ കൊണ്ടുകയറി ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് ആരെടുത്ത് കളഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെ കളി തുടങ്ങി. The next day, infection flared in Maharaja's right hand. In 4 days, it developed into a suppurating sore which spread all over the arm. പിറ്റേ ദിവസം രാജാവിൻ്റെ ആ മുള്ള് കൊണ്ട് റൈറ്റ് ഹാൻഡിൽ ഇൻഫെക്ഷനായി. 4 ദിവസം കൊണ്ട് ആ ഇൻഫെക്ഷൻ കയ്യിൽ മൊത്തം പടർന്ന് പഴുപ്പുള്ള ഒരു ഇൻഫെക്ഷനായി മാറി. ആ കൈ മൊത്തം പടർന്നു. 3 famous surgeons were brought in from Madras. After holding a consultation, they decided to operate. The operation took place. So 3 സർജൻസിനെ മദ്രാസിൽ നിന്നും മഹാരാജാവിന് വേണ്ടി വിളിച്ചു വരുത്തി. അവർ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് കൈ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. The 3 surgeons who performed it came out of the theatre and announced, "The operation was successful. The Maharaja is dead." സോ ഇവർ 3 പേരും സർജറി കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് പറയും, ദ ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ. അതായത് അവർക്ക് കയ്യിൽ നിന്നും പഴുപ്പ് മൊത്തവും എടുത്ത് മാറ്റാൻ സാധിച്ചു, പക്ഷേ മഹാരാജാവ് മരിച്ചുപോയി. ഇൻ ദിസ് മാനർ ദി 100th ടൈഗർ ടുക്ക് ഇറ്റ്സ് ഫൈനൽ റിവെഞ്ച് അപ്പോൺ ദി ടൈഗർ കിങ്. സോ ഇങ്ങനെയാണ് നമ്മളുടെ ആസ്ട്രോളജർ പറഞ്ഞ പോലെ 100ാമത്തെ ടൈഗർ രാജാവിൻ്റെ ജീവൻ എടുത്തത്. സോ ടൈഗർ ഒറിജിനൽ ടൈഗർ അല്ലെങ്കിൽ പോലും ടൈഗറിൻ്റെ ഷേപ്പിലുള്ള ആ ടോയാണ് രാജാവിൻ്റെ മരണത്തിന് കാരണമായത്. ഓക്കെ, സോ ഹിയർ എൻഡ്സ് the lesson. I hope the explanation was clear to you. Thank you so much. See you with another video next time. Bye bye. Take care.